ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 35 രാമാവതാര വർണ്ണനം. നീതസുഗ്രീവമൈത്രീം തതനു ഹനുമത ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്താങ്കുഷ്ടേന ഭൂയോ ലുലുവിധയുഗപൽപത്രിണ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്ധതമതുലബലം ബാലിനം വ്യാജവൃത്യ വർഷാവേലാമനീഷിർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയതാ വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമഥദയിതാ മാർഗണായാവനം രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാതിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കവിഭിരപി തദാ ത്വത്പ്രിയാ സപ്രയാസൈ ത്വദ്വാർത്താ കർണനോദ്യദ്ഗരുദരുച ഗരുദുരുജവസമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോധിരന്തർനഗരി ജനകജാം വീക്ഷ്യതത്വാങ്കുലീയം പ്രക്ഷുദ്ധ്യുധാനമക്ഷക്ഷപണചണരണ സോഡബന്ധോദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ ത്വം സുഗ്രീവാങ്കതാദി പ്രബലകപിരമൂചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രിയമാണ തത്പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാ പാർത്ഥ്യരോഷ പ്രാസ്താംഗ്രേയാസ്ത്രതേജസ്ത്രസദുദതി ഗിരാലബ്ധവാൻ മധ്യമാർഗം കീശൈരാശാന്തരോപാഹൃതഗിരിനികരേ സേതുമാധാപ്യ യാതുർനാമർദ്യനഷ്ട ദംഷ്ട്രനഖരശിഖിരശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രചേത്ര വേഗാന്നാഗാസ്ത്രബന്ധ പതകപതികരുന്മാരുതൈർമോചിതോ ഭൂ സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതി ഗളതസൂർ വാദജാനീതശൈല പ്രാണാനുപേദോ വികൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവഹൻ വചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർ വിതലമഖിലചമൂഭക്ഷിണം സംപ്രാപ്തം കമ്പിതോർവിതലമഖിലചമൂഭക്ഷിണം വൃഷ്ണിണോസ്ത്വം ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിതരഥകവചോ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യഭിന്ദൻ ഗളതി അബലാമഗ്നിശുദ്ധാം പ്രഹൃണ്ണൻ ദേവശ്രേണിവരോ ജീവിത സമരമൃതേ രക്ഷതേ തൃക്ഷസങ്കൈർ ലങ്കാഭർത്രാ ച സാഗം നിജനഗരമകാസപ്രിയ
പുഷ്പകേണ പ്രീതോ ദിവ്യാഭിഷേകേരയുധസമധികാൻ വത്സരാൻ പര്യരംസീർ മൈഥില്യാം പാപവാച ശിവ ശിവ കിലതാം ഗർഭിണീമഭ്യഹാസി ശത്രുഘ്നേനാർദ്ധയിത്വാ ലവണനിശിചരം പ്രാർത്ഥയശൂദ്രപാശം താവദ്വാൽമീകീകേഹേ കൃതവസതിരുപാസൂതസീതാസുതൗ തേ വാൽമീകേ ത്വൽസുതോ കാപിതമധുരകൃതേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വം ച കാലാർത്തിതോ ഭൂ ഹേതോ സൗമിത്രികാദി സ്വയമഥ സരയൂ മഗ്നനിശേഷഭൃത്യൈ സാകം നാഗം പ്രയാതോ നിജപദമഗമോ ദേവവൈകുണ്ഠമാദ്യം സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിൻ നിരാഗസ്ത്യജനമഭിഭവേൽ കാമധർമാദിസക്ത്യാ നോ ചേൽ സ്വാത്മാനുഭൂതേ കൊന്നു തവ മനസോ വിക്രിയാ ചക്രപാണി സത്വം സത്വൈകമൂർത്തെ പവനപുരപദേ വ്യാധുനോ വ്യാധിതാപാൻ സത്വം സത്വൈകമൂർത്തെ പവനപുരപദേ വ്യാധുനോ വ്യാധിതാപാൻ സത്വം സത്വൈകമൂർത്തെ പവനപുരപദേ വ്യാധുനോ വ്യാധിതാപാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. രാമായണ കഥ നാരായണീയത്തിലെ 2 ദശകങ്ങളാണല്ലോ, 34-35 ദശകങ്ങൾ. അതിൽ സുഗ്രീവനായിട്ടുണ്ടായ സഖ്യം ചെയ്തു എന്നുള്ളത് വരെയുള്ള ഭാഗം നമ്മൾ 34-ാം ദശകത്തിൽ കേട്ടു. ഈ ദശകത്തിലെ പിന്നീടുള്ള ഭാഗങ്ങൾ സുഗ്രീവ സഖ്യം മുതലുള്ള രാമായണ കഥയാണ് പൂർണ്ണമായിട്ട് വർണ്ണിക്കുന്നത്. ഭാഗവതത്തിലാണെങ്കിൽ നവമസ്കന്ധത്തിലെ 2 അധ്യായങ്ങൾ 10-11 അധ്യായങ്ങളാണല്ലോ. ഭാഗവത്തിൽ വിവരിച്ചതിനേക്കാൾ കുറച്ചുകൂടി വിസ്തരിച്ചാണ് രാമായണത്തിലെ നാരായണീയത്തിലെ രാമായണ കഥ വിസ്തരിക്കുന്നത്. നമുക്ക് നോക്കാം. രാമായണ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞാൽ തന്നെ കുറേ സമയം എടുക്കും. പറ്റാവുന്നത്ര ചുരുക്കി നമുക്ക് ആ വിഷയങ്ങളെ ഒന്ന് അവതരിപ്പിക്കാൻ നോക്കാം. സുഗ്രീവനായിട്ടുള്ള സഖ്യം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ശ്രീരാമൻ സുഗ്രീവനോട് പറയണം. സുഗ്രീവൻ പറഞ്ഞു, തനിക്ക് ബാലിയെ നിഗ്രഹിച്ചു കിട്ടണം. കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് തിരിച്ചു കിട്ടണം. അതാണ് മോഹം. ബാലി സുഗ്രീവന്മാരെപ്പോഴും ശത്രുക്കളായിരുന്നല്ലോ. സഹോദരന്മാരാണെങ്കിലും പരസ്പരം ക്രോധത്തോടുകൂടിയും ഒക്കെ ജീവിച്ചവരാണ്. സുഗ്രീവന് കിഷ്കിന്ധ രാജ്യം കിട്ടണമെന്ന് മോഹമുണ്ട്. അപ്പോൾ അത് നേടിക്കൊടുക്കാം എന്ന് വാക്കുകൊടുത്തു ശ്രീരാമസ്വാമി. പക്ഷെ അതേസമയം സീതയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ. സുഗ്രീവൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും സീതയെ കണ്ടുപിടിച്ചു തരാം. എൻ്റെ അനുചരന്മാരായിട്ടുള്ള വാനരന്മാർ, അവരുടെ സംഘം സകല സ്ഥലത്തും പോയി അന്വേഷിക്കും. തീർച്ചയായിട്ടും അങ്ങയുടെ സീതാദേവിയെ കിട്ടാതിരിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. രണ്ടുപേരും പരസ്പരം വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനൊരു സഖ്യമുണ്ടാക്കിയത്. എന്നിട്ട് ഇതാ ശ്രീരാമസ്വാമി സീതയെ അന്വേഷിച്ചുകൊണ്ട് ദുഃഖപൂർവം അവിടെ കഴിഞ്ഞുകൂടുന്നു. മാതംഗമുനിയുടെ ആശ്രമത്തെ പരിസരത്തിലാണ് ഇത്ര താമസിച്ചിരുന്നത്. തനിക്ക് ഭാര്യയെ നിഗ്രഹിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം വരുത്താൻ വേണ്ടി ഭഗവാൻ ഒരു ചെറിയ പരാക്രമം കാണിച്ചു എന്നാണ് ബാലിയുടെ കൊട്ടാരത്തിൽ. ബാലിയുടെ നേർക്ക് പോകാതെ തന്നെ സുഗ്രീവന് വിശ്വാസം വരണല്ലോ ബാലിയെ കൊല്ലാനുള്ള കഴിവുണ്ട് എന്ന്. ബാലി ഒരു അസുരനായിട്ടുള്ള ദുന്ദുഭിയുടെ ശരീരം
ദുന്ദുഭിയെ നിഗ്രഹിക്കാൻ വേണ്ടി അമ്പെയ്ത് വളരെ അവശനിലയിലാക്കി വച്ചിരുന്നു. ആ ദുന്ദുഭിയുടെ ശരീരം തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് രാമൻ എടുത്ത് എറിഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ 7 പർവ്വതങ്ങളെ തൻ്റെ ശരം കൊണ്ട് മുറിച്ചു വീഴ്ത്തി. അങ്ങനെയുള്ള ചില അത്ഭുത പരാക്രമങ്ങളൊക്കെ കാണിച്ചപ്പോൾ സുഗ്രീവന് തീർച്ചയായി രാമൻ എന്ന് പറയുന്നത് രാമനും ലക്ഷ്മണനും സാധാരണക്കാരല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം സുഗ്രീവന് വന്നു. അങ്ങനെ കുറച്ചു കാലം അവിടെ കഴിഞ്ഞു എന്നാണ്. വർഷക്കാലമായി. വർഷക്കാലത്ത് സീതയെ അന്വേഷിച്ച് നടക്കുക എന്നുള്ളത് വിഷമമായതുകൊണ്ട് ഭഗവാൻ ആ ഒരു കുറച്ചു കാലം സഹിച്ചുകൊണ്ടിരുന്നു അത്ര അവിടെ. അപ്പോൾ സീതാന്വേഷണത്തിന് അല്പം ഒരു മന്ദഗതി വന്നു അവിടെ സുഗ്രീവന്റെ ഈ മഴക്കാലം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സുഗ്രീവ സഖ്യവും ബാലിയുടെ വധവും ഒക്കെ സംഗ്രഹിച്ചാണ് ആദ്യത്തെ ശ്ലോകം വർണ്ണിക്കുന്നത്. നീതസുഗ്രീവ മൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ഭൂയോ ലുലവിധ യുഗപൽ പത്രിണാ സപ്തശാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനേഷീർ വിരഹതരളിത ത്വം മതംഗാശ്രമാന്തേ. സുഗ്രീവമൈത്രീം തദനു ഹനുമതാ നീത. ഹനുമാനുമായിട്ട് കണ്ടുമുട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ സുഗ്രീവ സഖ്യം ഹനുമാനും അതിനൊക്കെ പ്രേരിപ്പിച്ചു എന്നാണ്, സുഗ്രീവനായിട്ട് സഖ്യം ഉണ്ടാകാൻ വേണ്ടി. അങ്ങനെയുള്ള ശ്രീരാമൻ ദുന്ദുഭേ കായം അങ്കുഷ്ഠേന ഉച്ചൈ ക്ഷിപ്ത്വാങ്കുഷ്ഠേന ദുന്ദുഭേ കായം ഉച്ചൈ. ദുന്ദുഭയുടെ ശരീരം, ദുന്ദുഭി എന്ന അസുരന്റെ ശരീരത്തെ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ടങ്ങടെ എടുത്തെറിഞ്ഞു. ക്ഷിപ്ത്വ ഭൂയ പത്രിണ സപ്തസാലാൻ യുഗപൽ ലുലവിധ ഹത്വാ ഭൂയോ ലുലവിധ യുഗപൽ പത്രിണ സപ്തസാലാൻ. ആ 7 പർവ്വതങ്ങളെ തൻ്റെ ശരം കൊണ്ട്, 7 സാലവൃക്ഷങ്ങളെയാണ് കേട്ടോ, 7 സാലവൃക്ഷങ്ങളെ ഒപ്പം ഒരേ ശരം കൊണ്ട് 7 പർവ്വതങ്ങളല്ല, 7 സാലവൃക്ഷങ്ങൾ, വലിയ വൃക്ഷങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് മുറിച്ചു. തൻ്റെ അതുല്യമായിട്ട് ബലത്തെ കാണിച്ചു കൊടുത്തു ശ്രീരാമൻ എന്നാണ്. അങ്ങനെയുള്ള ശ്രീരാമൻ സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം. സുഗ്രീവനെ നിഗ്രഹിക്കാനായിട്ട് ശക്തിയുള്ള അതുല ബലവാനായിട്ടുള്ള ബാലിയെ വ്യാജവൃത്യാ ഹത്വ, ഒരു കള്ളത്തരം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. വ്യാജവൃത്യ, ഒളിയമ്പെയ്ത് കൊന്നു എന്നാണല്ലോ, മറിഞ്ഞു നിന്നുകൊണ്ട് കൊന്നു. അങ്ങനെ ആണ് സുഗ്രീവന്റെ എതിരാളിയായിട്ടുള്ള ബാലി നിഗ്രഹിക്കപ്പെട്ടത്. അങ്ങനെ കൊന്നതിന് ശേഷം, ബാലിയെ നിഗ്രഹിച്ചതിന് ശേഷം കുറച്ചു കാലം ആ ദുഃഖം സഹിച്ചുകൊണ്ട്, സീതാവിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ട് മാതംഗ മഹർഷിയുടെ ആശ്രമത്തിനടുക്കൽ കഴിച്ചുകൂട്ടി എന്ന് പറയാണ്. വർഷാവേലാം അനേഷീർ വിരഹത ലളിതത്വം മതംഗാശ്രമാന്തേ. മതംഗാശ്രമാന്തേ അനേഷി. മാതംഗ മഹർഷിയുടെ ആശ്രമത്തിനടുത്ത് കഴിച്ചുകൂട്ടി ശ്രീരാമൻ എന്ന് പറയാണ് 1-ാമത്തെ ശ്ലോകത്തിൽ. അങ്ങനെ കഴിച്ചുകൂട്ടി മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടും സുഗ്രീവൻ സീതാന്വേഷണത്തിന് പുറപ്പെടണില്ല എന്ന് കണ്ടു രാമൻ. ശ്രീരാമനാണെങ്കിൽ ക്ഷമയില്ല. കാരണം ഇത്ര കാലം തൻ്റെ ഭാര്യയെ, പത്നിയുടെ വിരഹദുഃഖം അനുഭവിക്കാം. ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ശരിയാവില്ല, സുഗ്രീവനോട് പറയൂ, ഉടനെ തന്നെ സീതാദേവിയെ അന്വേഷിച്ച് പുറപ്പെടണം, തൻ്റെ പ്രജകളെ പറഞ്ഞയക്കണം, മാന്യന്മാരെ പറഞ്ഞയക്കണം. ഇല്ലെങ്കിൽ തൻ്റെ വില്ലിൻ്റെ ശക്തി, തൻ്റെ അമ്പിൻ്റെ ശക്തി, ശരത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും എന്ന് അറിയിക്കാൻ പറഞ്ഞു എന്നാണ്. ലക്ഷ്മണൻ വേഗം അതെല്ലാം പോയി സുഗ്രീവനോട് പറഞ്ഞപ്പോൾ സുഗ്രീവനും അല്പം ഭയമായി. കാരണം രാമൻ്റെ ശക്തി മനസ്സിലായല്ലോ സുഗ്രീവന്. പറഞ്ഞു, വേഗം ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്യാം, വാനരന്മാരെയൊക്കെ പറഞ്ഞയക്കാം, സീതാന്വേഷണത്തിന് വേണ്ടി ഞാൻ അവരെ പറഞ്ഞയക്കാം എന്നെല്ലാം പറഞ്ഞ് ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തി. ഭഗവാനാണെങ്കിൽ ഹനുമാനെ പ്രത്യേകം വിളിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു,
എങ്ങാനും സീതാദേവിയെ കാണാനായിട്ട് സാധിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സന്ദേശ വാക്കുകൾ പറഞ്ഞു കൊടുത്തോളൂ, എൻ്റെ കയ്യിലെ മോതിരവും കയ്യിൽ പിടിച്ചോളൂ എന്നാണ്. തൻ്റെ കയ്യിലുള്ള മോതിരവും കൊടുത്തുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു, എല്ലാ ദിക്കിലും അന്വേഷിച്ച് സീതാദേവിയെ കാണുകയാണെങ്കിൽ ഈ അടയാള വാക്കുകൾ സീതായോട് പറയേണ്ടി വരും. എൻ്റേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതാ ഈ മോതിരവും കൊടുത്തോളൂ എന്നാണ്. അതാണ് രണ്ടാമത്തെ ശ്ലോകം. വാനരന്മാരെല്ലാ സ്ഥലത്തും പോയി സീതാന്വേഷണം നടത്തി എന്ന് പറയാണ്. സുഗ്രീവേണാനുജോക്ത്യ സഭയമഭിയതാം വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു മാർഗണായാവനമ്രാം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കപിഭി അഭിതദാ തൽത്വൽപ്രയാസപ്രയാസൈ. സുഗ്രീവേണ അനുജോക്ത്യ, സുഗ്രീവൻ തൻ്റെ അനുജനായ ലക്ഷ്മണന്റെ വാക്ക് കേട്ട് അനുജോക്ത്യ സഭയം അഭിയത, ശ്രീരാമൻ പറഞ്ഞ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളെ ലക്ഷ്മണൻ പോയി സുഗ്രീവനോട് പറഞ്ഞപ്പോൾ സുഗ്രീവൻ പേടിച്ചു എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്തു? വ്യൂഹിതാം വാഹിനീം താം വൃക്ഷാണാം വീക്ഷ്യ, താൻ എല്ലാ ഋഷന്മാരെ, അതായത് വാനരന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ വാനരസൈന്യത്തിനോട് പറഞ്ഞു, ഉടനെ തന്നെ എല്ലാ ദിക്കിലും ദ്രുതം ദിക്ഷു, എല്ലാ ദിക്കുകളിലും ദൈതാം അർഗണായ, സീതയെ അന്വേഷിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ശ്രീരാമന്റെ പാദങ്ങളിൽ വന്ന് വന്ദിച്ചു നിന്നു എന്നാണ്. ഭഗവാന് വളരെ സന്തോഷമായി. മോദശാലി, വളരെ സന്തോഷത്തോടു കൂടി സന്ദേശം അങ്കുലീയം ച പവനസുതകരെ പ്രാദിശ, സന്ദേശം ചാങ്കുലീയം പവനസുതകരെ പ്രാദിശോ മോദശാലി എന്നാണ്. ഭഗവാന് വളരെ സന്തോഷമായി. ഏതായാലും വാനരന്മാരൊക്കെ പോയി അന്വേഷിക്കട്ടെ, തൻ്റെ കയ്യിലുള്ള മോതിരം അഴിച്ചു കൊടുത്തു എന്നാണ്. ഒരു അടയാളമായിട്ട് ഹനുമാൻ കൊണ്ടുപോയിക്കോട്ടെ, സീതാദേവിയെ കാണാൻ സാധിക്കുകയാണെങ്കിൽ അവർക്കൊരു വിശ്വാസം വരണമല്ലോ. അപ്പോൾ വാനരന്മാരും അതുപോലെ തന്നെ രാമന്റെ അനുഗ്രഹമൊക്കെ കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പ്രയാസമൊക്കെ നേരിട്ടുകൊണ്ട് സീതയെ അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടു എന്നാണ്. സപ്രയാസൈ തഥാ കപിഭി അഭിസപ്രയാസൈ, കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് അവർക്കറിയാം, എങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് മാർഗേ മാർഗേ, ഓരോരോ വഴികളിൽ കൂടെ, ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിൽ കൂടെയൊക്കെ ത്വൽപ്രിയാമമാർഗേ, ഭഗവാന്റെ പത്നിയെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ വഴികളിൽ കൂടെയും വാനരന്മാരെ അന്വേഷിച്ച് നടന്നു എന്നാണ്. അങ്ങനെ അന്വേഷിച്ച് പോകുന്നതിനിടയിൽ അവര് സമുദ്രത്തിന്റെ തീരത്തൊക്കെ എത്തിയപ്പോൾ എന്താണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് അതിനെപ്പറ്റി ആലോചിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. അപ്പോഴാണ് അവിടെ ഒരു പക്ഷിശ്രേഷ്ഠൻ ആയിട്ടുള്ള സമ്പാദി ഈ വർത്തമാനമൊക്കെ കേൾക്കാനിടയായി. ജടായുവിൻ്റെ കാര്യം പറയേണ്ടവർ, ജടായുവിൻ്റെ ഏട്ടനാണ് സമ്പാദി. തൻ്റെ അനുജനായിട്ടുള്ള ജടായുവിൻ്റെ കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട് ഈ വാനരന്മാർ. ആ ജടായുവും സമ്പാദിയും കൂടി പണ്ട് കാലത്ത് ആരാണക്കാണ് വേഗത കൂടുതലെന്ന് മത്സര പരീക്ഷ നടത്തിയെന്നാണ് പറയുക. സൂര്യൻ്റെ രശ്മികൾ സൂര്യനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് രണ്ടുപേരും കൂടി. ആരാണ് വേഗത്തിൽ പോയി പിടിക്കാന്നായി. സമ്പാദി ഒന്നും നോക്കാതെ വേഗം പറന്ന് മുകളിലേക്ക് ചെന്നു. ഭഗവാന്റെ സൂര്യദേവന്റെ ചൂട് തട്ടി തൻ്റെ ചിറകൊക്കെ കരിഞ്ഞു എന്നാണ്. അങ്ങനെ പറക്കാൻ വയ്യാതെ അങ്ങനെ കിടക്കുകയാണ് അവിടെ, എന്താ വേണ്ടതെന്ന് വെച്ചില്ലാതെ. ആ സമയത്താണ് സീതാന്വേഷണത്തിന് വേണ്ടി വാനരന്മാര് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടും ഒക്കെ അവിടെയൊക്കെ തമ്പടിച്ചത്. സമ്പാദി കിടക്കുന്ന ആ സ്ഥലത്ത്
അംഗദൻ മുതലായിട്ടുള്ള വാനന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി ശ്രീരാമൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമ്പാദിക്ക് ചിറക് മുളച്ചു വന്നു എന്നാണ്. അപ്പോൾ സന്തോഷമായി സമ്പാദി. വേഗം ഈ വാനന്മാരോട് പറഞ്ഞു, ഞാൻ എവിടെയാണ് സീതാദേവി എന്ന് അന്വേഷിച്ച് വരാം. തീർച്ചയായിട്ടും ഈ വഴിക്ക് രാവണൻ കൊണ്ടുപോയതായിട്ട് ഞാൻ കാണുകയുണ്ടായി വിമാനത്തിൽ കൂടെ. ഞാൻ അവിടെ പോയി ഒന്ന് നോക്കി വരാമെന്നൊക്കെ പറഞ്ഞ് ലങ്കയിലേക്ക് പറന്നുപോയി എന്നാണ്. സീത ഇരിക്കുന്ന സ്ഥലം ഒക്കെ ഇന്ന സ്ഥലത്താണെന്ന് മനസ്സിലായി. ആ വിവരം വന്ന് വാനരന്മാരെ അറിയിച്ചു. വാനരന്മാർക്ക് സന്തോഷമായി. താൻ എങ്ങനെയെങ്കിലും സീതാദേവിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ സുഗ്രീവന്റെ കോപത്തിന് പാത്രീഭൂതരാകും. പേടിയുണ്ട് അവർക്ക്. ഏതായാലും ഒരു തുമ്പ് കിട്ടിയല്ലോ, ഒരു ലക്ഷ്യം എത്താനുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ചു. ഹനുമാനാണ് യാതൊരു വിഷമവും ഇല്ലാതെ അതിൻ്റെ ശക്തി മുഴുവൻ പ്രയോഗിച്ചുകൊണ്ട് സമുദ്രം ചാടിക്കടന്നിട്ട് ലങ്കയിൽ ചെന്നു എന്നാണ്. അവിടെ ചെന്ന് തൻ്റെ വീരപരാക്രമങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് സീതാദേവി അശോകവനികയിൽ താമസിക്കുന്ന പൂന്തോട്ടത്തിൽ താമസിക്കുന്ന സീതാദേവിയുടെ അടുത്ത് നിന്ന് താൻ ഇന്നാളാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ അടയാളമായിട്ട് മോതിരം സീതയ്ക്ക് കൊടുത്തു. രാമൻ തന്ന മോതിരം. എന്തിനാണ് താൻ ഈ ലങ്കയിലേക്ക് വന്നത് എന്നെല്ലാം സീതാദേവിയെ പറഞ്ഞ് മനസ്സിലാക്കി. ഈ വിവരം മറ്റുള്ള രാക്ഷസന്മാരെ അറിയിക്കണമെന്ന് വിചാരിച്ച് അശോകാദ്യാനൊക്കെ തല്ലി തകർത്തു എന്നാണ്. അത് കേട്ട യുദ്ധത്തിന് വന്നു രാവണന്റെ മകനായിട്ടുള്ള അക്ഷകുമാരൻ. ആ അക്ഷകുമാരനെയൊക്കെ കൊന്നു ഹനുമാൻ. പിന്നെ രാവണന്റെ മൂത്തപുത്രനായുള്ള ഇന്ദ്രജിത്ത് വന്ന് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു. രാവണന്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു ഹനുമാനെ. ഹനുമാനാണെങ്കിൽ സിദ്ധികളവനാണല്ലോ. അണിമ, മഹിമ, ലഹിമ ഇത്തരം സിദ്ധികളൊക്കെ നേടിയിട്ടുള്ളവനാണ് ഹനുമാൻ. രാവണൻ എന്ത് ചെയ്തു? ഈ ഹനുമാനെ കൊല്ലാനായിട്ട് ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി വിടാൻ പറഞ്ഞു അസുരന്മാരോട്. ഹനുമാൻ തൻ്റെ സിദ്ധി കൊണ്ട് വളരെയാണ് ചെറിയ രൂപം സ്വീകരിച്ചു. അവിടുന്ന് ഉയർന്നങ്ങോട്ട് പൊങ്ങിയെന്നാണ്. ചാടി പൊങ്ങി തൻ്റെ വാലിൽ കെട്ടിയിട്ടുള്ള പന്തം അത് കത്തിച്ച് വിട്ടപ്പോൾ ആ പന്തം കൊണ്ട് ലങ്ക മുഴുവൻ ചുട്ട് പൊട്ടിച്ചു എന്നാണ്. എന്നിട്ട് സീതാദേവിയുടെ അടുത്ത് ചെന്നിട്ട് സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞ് ഞാനിതാ രാമനോട് കാര്യങ്ങളെല്ലാം പറയാം എന്നെല്ലാം പറഞ്ഞ് സീതാദേവി ഒരു ചൂടാരത്നം, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചൂടാരത്നം അത് വാങ്ങി ശ്രീരാമന് കൊണ്ടുപോയി കൊടുത്തു എന്നാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തദ്വാർത്താകർണനോദ്യൽ ഗരുദുരുജവസമ്പാദി വാക്യ പ്രോത്തീർണോധി അന്തർനഗരി ജനകജാം വീക്ഷ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷവണചണരണ സോഡബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പൃഷ്ട്വാം ച ലങ്കാം ഝടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ തദ്വാർത്താകർണനോദ്യൽ ഗരുദുരുജവസമ്പാദി വാക്യ പ്രോത്തീർണാർണോധി തദ്വാർത്ത ഭഗവാന്റെ കഥ, നെന്തിരിവഴിയുടെ കഥ, ശ്രീരാമന്റെ കഥ പറഞ്ഞു കേട്ടപ്പോൾ, മാനന്മാരില്ലാതെ പറയുന്നത് കേട്ടപ്പോൾ കർണനോദ്യൽ അപ്പം എന്തുണ്ടായി? ചിറകുകൾ വന്നു എന്നാണ് സമ്പാദിക്ക്. ഗരുദുരുജ സമ്പാദി ആ വാക്കുകൾ എന്താ? ചിറകുകളെ സമ്പാദിക്കാൻ സാധിച്ച സമ്പാദിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹനുമാന് സന്തോഷമായി. എന്നിട്ട് എന്താ ഈ ലങ്കയിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഹനുമാന് സന്തോഷമായി. എങ്ങനെയാണ് അങ്ങോട്ട് എത്തേണ്ടത് എന്നുള്ളതിനെ പറ്റി പരിഭ്രമം ഉണ്ടായില്ല എന്നാണ്. ശക്തിയുള്ള ഹനുമാൻ, ശക്തിമാനായിട്ടുള്ള ഹനുമാൻ ലങ്കാനഗരിയിലേക്കാണ് ചാടി എന്നാണ്. അങ്ങനെ ചാടി സീതയെ കണ്ട് ജനകജാം വീക്ഷ്യ
അങ്കുലീയം ദത്വ ജനക മകളായിട്ടുള്ള ജനക മഹാരാജാവിൻ്റെ മകളായിട്ടുള്ള സീതാദേവിയെ കണ്ട് ഈ മോതിരെല്ലാം കൊടുത്ത് അങ്കുലീയം ദത്വ മോതിരം കൊടുത്ത് ഉദ്യാനം പ്രക്ഷുദ്യ അക്ഷക്ഷവണജനരത രണ ആ ഉദ്യാനം പ്രക്ഷുദ്യ അതൊക്കെ തള്ളി തകർത്ത് ക്ഷവണചണരണ അക്ഷകുമാരനെ ക്ഷണത്തിൽ യുദ്ധത്തിൽ തോൽപ്പിച്ച് സോഡബന്ധ ദശാസ്യം ദൃഷ്ട്വ ആ ഹനുമാനെ ബന്ധിച്ചു ഇന്ദ്രജിത്ത് ആ ബ്രഹ്മാസ്ത്രം കൊണ്ട്. അതനുഭവിച്ച് എന്നാലും വിരോധമില്ല എന്നുള്ള ഭാവത്തിൽ രാവണനെയൊക്കെ കണ്ടു. രാവണന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി ഹനുമാനെ. രാവണന്റെ ശിക്ഷ ഇവന്റെ വായിൽ തീ കൊളുത്തി കൊടുക്കാനായിരുന്നു. ആ തീയും കൊണ്ടാണ് ലങ്കാഞ്ച പുഷ്ടുവാം ഝടിതി തേ മൗലിരത്നം ദദൗ ലങ്കയൊക്കെ ദഹിപ്പിച്ച് വളരെ വേഗത്തിൽ സീതാദേവിയുടെ അടുത്തെത്തി യാത്ര പറഞ്ഞു പോരുമ്പോൾ ഭഗവാന് കൊടുക്കാൻ വേണ്ടി ചൂടാരത്നം തന്നു എന്നാണ് സീതാദേവി. അതും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇതാ ഹനുമാൻ തിരിച്ചു വന്നത്. രാമന് തീരുമാനമായി ഇനി ലങ്കയിലേക്ക് പോകണം, രാവണനായിട്ട് യുദ്ധം ചെയ്യണം എന്നുള്ള തീരുമാനത്തോടുകൂടി ശ്രീരാമൻ വാനര സൈന്യങ്ങളോട് കൂടി ഒക്കെ സമുദ്രത്തിൻ്റെ തീരത്ത് വന്നു എന്നാണ്. സമുദ്രതീരത്തിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ രാവണന്റെ അനുജനാണ് വിഭീഷണൻ. പരമഭക്തനാണ്, രാമഭക്തനാണ്. ആ വിഭീഷണൻ പലതവണയും രാവണനെ ഉപദേശിച്ചിട്ടുള്ളതാണ്. സീതാദേവിയെ തിരിച്ചു കൊണ്ട് രാമന്റെ ചരണത്തിൽ കൊണ്ട് സമർപ്പിക്കണം, ഒരിക്കലും ചെയ്തത് ശരിയല്ല, ജ്യേഷ്ഠനോട് ഉപദേശിച്ചതാണ്. പക്ഷേ അത് കേൾക്കാൻ തയ്യാറായില്ല രാവണൻ. അങ്ങനെ ആ രാവണനോട് പിണങ്ങി വിഭീഷണൻ ശ്രീരാമസ്വാമിയെ ശരണം പ്രാപിച്ചു. എന്നിട്ട് ലങ്കയിലത്തെ വർത്തമാനങ്ങളെല്ലാം രഹസ്യമായിട്ട് രാമനെ അറിയിക്കുകയും ചെയ്തു. രാമൻ എന്ത് തീരുമാനിച്ചു? വാനന്മാരോട് കൂടി സമുദ്രത്തിൽ നിന്ന് ലങ്കയിലേക്ക് കിടക്കണ്ടേ, അതിനൊരു വഴി തരണം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീരാമൻ സമുദ്രത്തോട് അഭ്യർത്ഥിച്ചു എന്നാണ്. തനിക്ക് അവിടെ ചിറ കെട്ടണം, തൻ്റെ വാനര സൈന്യങ്ങളെ കൊണ്ടുപോകാൻ ഒരു ചിറ കെട്ടണം എന്നുള്ള തീരുമാനിച്ചിട്ട് സമുദ്രത്തിനോട് പറയാണ്. പക്ഷേ സമുദ്രം പെട്ടെന്ന് അതനുസരിച്ചില്ല എന്ന്. അപ്പോൾ ശ്രീരാമൻ വളരെയധികം ഗൗരവത്തോടുകൂടി ഇപ്പം കാണിച്ചു തരാം, ഈ സമുദ്രം മുഴുവൻ ഞാൻ വറ്റിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആഗ്നേയാസ്ത്രം എടുത്തിട്ട് പ്രയോഗിക്കാനായിട്ട് തുടങ്ങി. വരുണദേവൻ വന്ന് കാലിൽ വീണ് നമസ്കരിച്ചു. സമുദ്രം വന്ന് നമസ്കരിച്ചപ്പോൾ തീർച്ചയായിട്ടും അങ്ങേക്കിതിൽ അങ്ങ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ടുള്ളൊരു കാര്യമില്ലല്ലോ, എവിടെ വേണമെങ്കിലും അങ്ങേക്ക് ഇതാ ഏത് വഴിക്ക് അങ്ങേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സമുദ്രം അവിടുന്ന് വഴി മാറിക്കൊടുത്തു എന്നാണ്. അങ്ങനെ ആ വഴി കൂടെ ഒരു സേതു ബന്ധിച്ച് ലങ്കയിലേക്ക് ചെന്നിട്ട് ഭയങ്കരമായിട്ട് യുദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് രാവണനായിട്ട് യുദ്ധം ഉണ്ടായി എന്ന് പറയാണ്. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിചമോ ചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണാം തൽപ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാ പാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്ര സദുദധി ഗിരാം ലബ്ധവാൻ മധ്യമാർഗം. തം സുഗ്രീവാം ആ ശ്രീരാമചന്ദ്രൻ സുഗ്രീവ അംഗദ ആദി സുഗ്രീവൻ അംഗദൻ മുതലായ പ്രബലരായിട്ടുള്ള സൈന്യ സമൂഹങ്ങളെ കൊണ്ട് പ്രബല കപി ചമൂചക്ര വിക്രാന്ത ഭൂമിചക്ര അവരെ കൊണ്ട് ഭൂമണ്ഡലം ആക്രമിച്ച് നേരെ പുറപ്പെട്ടു. എവിടേക്ക്? സമുദ്രതീരത്തിലേക്ക്. പാരേജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ്. സമുദ്രതീരത്തിൽ വെച്ച് നിശിചരേന്ദ്ര അനുജ, നിശിചരേന്ദ്രൻ എന്ന് പറയുമ്പോൾ രാവണന്റെ അനുജനായിട്ടുള്ള വിഭീഷണൻ വന്ന് തന്നെ ശരണം പ്രാപിച്ച് രഹസ്യതൽ പ്രോക്താം ശത്രുവാർത്താം നിശമയൻ
രഹസ്യത്തിൽ ആ ശത്രുവിൻ്റെ വാർത്തകളെല്ലാം, രാവണൻ്റെ ലങ്കയുടെ വർത്തമാനങ്ങളെല്ലാം വിഭീഷണൻ പറഞ്ഞതറിഞ്ഞ് ആ വർത്തമാനമെല്ലാം കേട്ടതിന് ശേഷം ശത്രുവാർത്താം നിശമയൻ, രാവണൻ്റെ വർത്തമാനമെല്ലാം കേട്ടതിന് ശേഷം പ്രാർത്ഥനാപാർത്ഥിരോഷപ്രാസ്താഗ്നേയാസ്ത്ര തേജസ്ത്ര സദുദധി ഗിര. തൻ്റെ ആഗ്രഹം, തൻ്റെ അഭ്യർത്ഥന, സമുദ്രത്തോടുള്ള അഭ്യർത്ഥന, അത് സമുദ്രം കേട്ടില്ല എന്ന് കണ്ടപ്പോൾ പ്രാർത്ഥന അപാർത്ഥ്യ രോഷ, അതുകൊണ്ടുണ്ടായ രോഷത്തോടു കൂടി കോപിച്ചുകൊണ്ട് ആഗ്നേയാസ്ത്രം തൊടുത്തു വിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ആ തേജസ് കണ്ട് തേജസ്ത്രസദ് ഉദധി ഗിര, തേജസ്ത്രസദ് ഉദധി ഗിര, ആ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കണ്ട് പേടിച്ച സമുദ്രം, ആ സമുദ്രം പറയാൻ തുടങ്ങി. ആ വാക്ക് കേട്ട് സമുദ്രം വളരെയധികം ഭഗവാന്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു എന്നാണ്. ഏത് വേണമെങ്കിൽ അങ്ങേക്ക്, ഏത് വഴി വേണമെങ്കിലും അങ്ങേക്ക് തരാമെന്നുള്ള ഭാവത്തിൽ. അത് കേട്ടതിന് ശേഷം മധ്യമാർഗം ലബ്ധവാൻ, സമുദ്രമധ്യത്തിൽ ചിറകെട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. വെള്ളത്തിനേക്ക് അവിടുന്ന് മാറ്റി എന്നർത്ഥം സമുദ്രം. അങ്ങനെ സേതു ബന്ധിച്ച് ലങ്കയിൽ ചെന്ന് ശ്രീരാമസ്വാമിയും വാനര സൈന്യങ്ങളും കൂടി രാവണനായിട്ട് യുദ്ധം തുടങ്ങിയെന്നാണ്. കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈ സേതുമാഥാപ്യയാതോ യാതൂന്യാമർദ്യ ദംഷ്ട്രാ നഖശിഖരിശിലാസാരശസ്ത്രൈസ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാം വേഗാന്നാഗാസ്ത്രബദ്ധ പതകപതിഗരുന്മാരുതൈർമോചിതോ ഭൂ. ആശാന്തരോപാഹൃതഗിരിനികരൈ, കീശൈ ആശാന്തരോപാഹൃതഗിരിനികരൈ സേതും ആഥാപ്യ, പല ദിക്കുകളിൽ നിന്നും പർവ്വതങ്ങളൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു എന്നാണ് വാനരന്മാർ. എന്നിട്ട് ചിറകെട്ടാൻ എല്ലാവരും ശ്രമിച്ചു എന്നാണ്, സകല ആൾക്കാരും. നമ്മൾ പറയാനില്ലേ, അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ള പോലെ അണ്ണാറക്കണ്ണൻ പോലും ശ്രമിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ വാനരന്മാർ പല ദിക്കുകളിൽ നിന്നും പർവ്വതങ്ങളൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് അവർ സമുദ്രത്തിലിട്ട് സേതു നിർമ്മിച്ചു, പാലം നിർമ്മിച്ചു. എന്നിട്ട് ആ പാലത്തിൽ കൂടെ പോയി ലങ്കയിൽ ചെന്നു എന്നാണ്. അങ്ങനെ ചെന്നിട്ട് സേതും ആഥാപ്യ, ചിറയുടെ മീതക്കളെ യാത്ര ചെയ്ത് ദംഷ്ട്രാനഖ ശിഖരി ശിലാസാല ശസ്ത്രൈ സ്വസൈന്യൈ ധാതൂനി ആമർദ്യ. ദംഷ്ട്രം, നഖം, ശിഖ, ശിഖരി പർവ്വതം, ശില പാറ, സാലശസ്ത്രൈ മരം, ഇതൊക്കെ ആയുധങ്ങളാക്കി എടുത്തുകൊണ്ട് തൻ്റെ സൈന്യങ്ങളോട് കൂടി സ്വസൈന്യൈ യാതൂനി ആമർദ്യ, യാതൂനി അസുരന്മാരെ ആമർദ്യ മർദ്ദിക്കാൻ തുടങ്ങിയതാണ്. പല്ലെന്നൊക്കെ കൊണ്ട് എതിർക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ ഗംഭീരമായിട്ട് യുദ്ധം ഉണ്ടായി രാവണനും രാവണന്റെ സൈന്യങ്ങളുമായിട്ട്. അതിൽ തൻ്റെ പരാക്രമം ഒക്കെ കാണിച്ചു. അങ്ങനെ പരാക്രമം കാണിക്കുന്നതിനിടയിൽ ഇന്ദ്രജിത്ത്, രാവണന്റെ മൂത്ത മകനായിട്ടുള്ള ഇന്ദ്രജിത്ത് നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു എന്നാണ് ലക്ഷ്മണനെ. സമരഭുവി പരം വിക്രമം വ്യാകുർവൻ, സമരഭുവിയിൽ യുദ്ധകളത്തിൽ തൻ്റെ വലിയ പരാക്രമം, പരം വിക്രമം വ്യാകുർവൻ, ആ വല്ലാത്ത പരാക്രമത്തെ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ലക്ഷ്മണനെയും ശ്രീരാമനെയും ഇന്ദ്രജിത്ത് നാഗാസ്ത്രബദ്ധ, നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ഈ വിവരം മനസ്സിലാക്കിയിട്ട് ഹനുമാൻ വളരെ വേഗത്തിൽ
വേഗാൽ പതകപതി ഹനുമാനല്ല, വേഗത്തിൽ ഗരുഡൻ വന്നു എന്നാണ്. തൻ്റെ ചിറകടിക്കാറ്റുകൊണ്ട് മോചിപ്പിച്ചു എന്നാണ്. നാഗാസ്ത്രം, നാഗങ്ങളുടെ ശത്രുവാണല്ലോ ഗരുഡൻ. ഗരുഡൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും നാഗാസ്ത്രമെല്ലാം അവിടുന്ന് മോചിക്കപ്പെട്ടു, അവിടുന്ന് ഓടിപ്പോയി എന്നാണ്. വേഗാൽ പതകപതി ഗരുന്മാരുതൈ മോചിത അഭൂൽ. ഗരുഡൻ വന്നിട്ട് തൻ്റെ ചിറകടിച്ച് ശബ്ദം ഉണ്ടായപ്പോൾ നാഗാസ്ത്രക്ക് അവിടുന്ന് രാമലക്ഷ്മണന്മാരെ വിട്ടുപോയി എന്നാണ്. നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്നും ഇതാ രാമനും ലക്ഷ്മണനും രക്ഷപ്പെട്ടു. ആ ഇന്ദ്രജിത്താണല്ലോ ഇത് ഈ ആക്രമണം ചെയ്തത്, ലക്ഷ്മണൻ വധിക്കുകയാണ്. ശ്രീരാമസ്വാമിയാണെങ്കിൽ കുംഭകർണനെയും വധിച്ചു എന്ന് പറഞ്ഞു. രാവണൻ്റെ അനുജനായിട്ടുള്ള കുംഭകർണനെയും വധിക്കുക. അത് വർണ്ണിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. ലക്ഷ്മണന് രാവണനിൽ നിന്ന് പ്രഹരം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ പ്രഹരം കിട്ടിയപ്പോൾ ബോധം പോയി, പിന്നെ അത് ബോധം തന്നെത്താൻ വീണ്ടും കിട്ടിയെന്നും, രണ്ടാമത്തെ പ്രാവശ്യം പ്രഹരം കിട്ടിയപ്പോൾ ഹനുമാൻ പോയിട്ട് ഹിമാലയത്തിലൊക്കെ പോയി മൃതസഞ്ജീവിനി മുതലായ മരുന്നുകളുടെ ഗന്ധം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ മുതലായ മരുന്നുകൾ ഉണ്ടാക്കുന്ന വൃക്ഷം തളിച്ചു കൊണ്ടുവന്നു എന്നൊക്കെയാണ് രാമായണത്തിലെ കഥ. ആ മൃതസഞ്ജീവിനിയുടെ ഗന്ധമേറ്റിട്ടാണ് അത്രയും ലക്ഷ്മണന് ജീവൻ വീണ്ടും കിട്ടിയത്. അപ്പോൾ അതിനു മുമ്പ് ഇന്ദ്രജിത്തും ബ്രഹ്മാസ്ത്രം ഏൽപ്പിക്കുകയുണ്ടായിട്ടുണ്ട് ലക്ഷ്മണൻ്റെ നേർക്ക്. അപ്പോഴും ബോധം കെട്ട് വീഴുന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ 2 തവണ ഉണ്ടായെന്നാണ് ലക്ഷ്മണന് ബോധക്കേട്. ഏതായാലും ജാമ്പവാനാണ് ഹനുമാനെ ഉദ്ദേശിച്ചത്. ഈ ഹിമാലയത്തിൽ പോയിട്ട് ഓഷധി പർവ്വതം കൊണ്ടുവന്ന് ബോധക്ഷയം തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ യാതൊരു വിഷമവുമില്ലാതെ, യാതൊരു സംശയവുമില്ലാതെ അവിടുന്ന് പറന്നുപോയി ഹിമാലയത്തിലേക്ക്. അവിടുന്ന് ഈ മൃതസഞ്ജീവിനിയുടെ ഗന്ധം കേട്ടപ്പോൾ തന്നെ ഈ ബോധക്ഷയം തീർന്നു എന്നാണ്. അങ്ങനെ 2 തവണ ലക്ഷ്മണന് ബോധക്കേടുണ്ടായിട്ടുണ്ട് എന്ന് അതോട് സൂചിപ്പിക്കണം. 2 തവണയും അല്ലാത്ത അവസ്ഥയിലായി, മരിച്ച പോലെ ഇത്രേ. പിന്നെ ഹനുമാന്റെ ഈ ഓഷധി പർവ്വതം കൊണ്ടുവന്ന് ബോധം വരുത്തിയതിന് ശേഷം ആണ് പിന്നീട് ആ യുദ്ധം തുടരാൻ എന്നായിട്ട് സാധിച്ചത്. സൗമിത്രിസ്ത്വത്രി ത്രിശക്തി പ്രകൃതികളതസുർവാത ജാനീത ശൈലപ്രഘ്രാണാൽ പ്രാണാനുപേതോ വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖിലം അഖിലജമോ ഭക്ഷിണം വ്യക്ഷിണോസ്ത്വം. അങ്ങനെ ശക്തിപ്രകൃതി ഗണദസൗ, വളരെ ശക്തിയോടുകൂടി ആ അമ്പുകൊണ്ടുള്ള പ്രഹരമേറ്റുകൊണ്ട് ബോധക്ഷയത്തിലെത്തിയ ലക്ഷ്മണനെ ഹനുമാൻ കൊണ്ടുവന്ന ഓഷധി പർവ്വതത്തിൻ്റെ ഗന്ധമേറ്റിട്ട് ജീവൻ തിരിച്ചു കിട്ടുകയാണ് ഉണ്ടായത്. വാതജാനീത ശൈലഘ്രാണാൽ പ്രാണാൻ ഉപേത, പ്രാണനെ ഉപേക്ഷിച്ച സൗമിത്രി, പ്രാണൻ പോയി എന്ന് പറഞ്ഞാൽ അത്ര ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. ആ സൗമിത്രിയെ, ലക്ഷ്മണനെ ജീവൻ തിരിച്ചു കിട്ടിയിട്ട് കുസൃതി ശ്ലാഘിനം മേഘനാഥം വ്യകൃണത, കപടയുദ്ധങ്ങളിലാണ് ഈ മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ ഇങ്ങനെ കൊന്നത്, ബോധം കെടുത്തിയത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഹനുമാന്റെ ഈ പ്രയോഗം നിമിത്തം. ഇങ്ങനെയുള്ള രാക്ഷസന്മാരുടെ മായകളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നെല്ലാം വിഭീഷണന്റെ ഉപദേശമുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിച്ചത്. മായാക്ഷോഭേഷു വൈഭീഷണ വചനഹൃതസ്തംഭനത്വം കമ്പിതോർബീതലം സംപ്രാപ്തം അഖിലചമോ ഭക്ഷിണം കുംഭകർണം വ്യക്ഷിണം. അതിനിടയ്ക്ക് കുംഭകർണനും, രാവണന്റെ അനുജനായിട്ടുള്ള കുംഭകർണനും ആകെ സടകുട എഴുന്നേറ്റ് ഭൂമിയൊക്കെ കുലുക്കിക്കൊണ്ട് സൈന്യങ്ങളോടുകൂടി വന്ന കുംഭകർണനെയും ഭഗവാൻ ഭഗവാൻ
നിഗ്രഹിച്ചു എന്ന് പറയാണ് അതിനിടയ്ക്ക്. പിന്നീട് ശ്രീരാമൻ രാവണനെ വധിച്ചിട്ട് സീതയോടുകൂടി അയോധ്യയിലേക്ക് മടങ്ങി എന്ന് പറയാണ് അടുത്ത ശ്ലോകത്തിൽ യുദ്ധമൊക്കെ ചെയ്തതിന് ശേഷം. ഗൃഹൻ ജംഭാരി സംപ്രേഷിത രഥകവചവോ രാവണേന അഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണ അസ്യ ഭിന്ദൻ ഗളതതിം അബലാമഗ്നിശുദ്ധാം പ്രഗൃഹൻ ദേവശ്രേണീവരോജ്ജീവിത സമരമൃതൈരക്ഷതൈർക്ഷസംഖൈർ ലങ്കാഭർത്താ ച സാകം നിജന ഗരമഗാ സപ്രിയ പുഷ്പകേണ. ജംഭാരി സംപ്രേഷിത രഥകവചോ ഗൃഹൻ. ദേവേന്ദ്രൻ കൊടുത്തയച്ചിട്ടുള്ള തേര് മാർച്ചട്ടേക്ക് അണിഞ്ഞു എന്നാണ്. രാവണനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ദേവേന്ദ്രൻ സ്വർഗത്തിൽ നിന്നും ഭഗവാന് വേണ്ടിയിട്ട് തേരും ഒരു ചട്ട, ഒരു കവചം അത് കൊടുത്തയച്ചു എന്നാണ്. അത് സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം ധരിച്ചുകൊണ്ടാണ് രാമൻ രാവണനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടത്. രാവണനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് രാവണന്റെ കഴുത്തുകളെ ഛേദിച്ചു ഭഗവാൻ. രാവണേന അഭിയുധ്യൻ, രാവണനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ബ്രഹ്മാസ്ത്രേണ അസ്യ ഗളതതിം ഭിന്ദൻ, ബ്രഹ്മാസ്ത്രം കൊണ്ട് രാവണന്റെ ഗളങ്ങളെ, കഴുത്തുകളെ ഛേദിച്ചു. എന്നിട്ട് സീതാദേവിയെ സ്വീകരിച്ചു എന്നാണ്. അഗ്നിശുദ്ധാം അബലാം പ്രഗൃഹൻ. അഗ്നിപ്രവേശം ചെയ്തുകൊണ്ടാണ് അത്ര സീതാദേവി ശുദ്ധയായി തീർന്നത്. ആ സീതാദേവിയെ സ്വീകരിച്ച് ദേവശ്രേണീവരോജ്ജീവിത സമരമൃതൈ അക്ഷതൈ ഋക്ഷസംഖ്യൈ ലങ്കാഭർത്താജസാകം. വാനരസംഘങ്ങളോട് വളരെയധികം യുദ്ധത്തിൽ ക്ഷീണം പറ്റിയ വാനരന്മാരോട് കൂടി, ദേവന്മാരുടെയൊക്കെ അനുഗ്രഹത്താൽ ബാക്കി ജീവിച്ചിരുന്ന വാനരന്മാരോട് കൂടി, വിഭീഷണനോടൊക്കെ കൂടി സപ്രിയ പുഷ്പകേണ നിജനഗരം അഗാം. തൻ്റെ പത്നിയായ സീതാദേവിയോടൊക്കെ കൂടി പുഷ്പകേണ നിജനഗരം, പുഷ്പക വിമാനത്തിൽ തൻ്റെ നഗരമായ അയോധ്യാപുരിയിലേക്ക് അവർ തിരിച്ചു പോകുന്നതാണ്. രാവണന്റെ യുദ്ധവും രാവണനാണെങ്കിൽ തേരിൽ ആകാശത്തിൽ കൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടാണ് ഇത്ര യുദ്ധം ചെയ്യണത്. ശ്രീരാമനാണെങ്കിൽ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അത് കണ്ടപ്പോഴാണ് ഇത്ര ദേവേന്ദ്രൻ തൻ്റെ സാരഥിയായിട്ടുള്ള മാതലിയെ വിളിച്ചുകൊണ്ട് ഈ തേരൊക്കെ കൊടുത്തയച്ചു രാമന് വേണ്ടി. അതുപോലെ കവചവും കൊടുത്തയച്ചു. ഇത് രണ്ടും ധരിച്ചുകൊണ്ട് യുദ്ധത്തിൽ ശ്രീരാമൻ രാവണനെ വധിക്കാൻ സാധിച്ചു എന്നാണ്. അതിന് അഗസ്ത്യ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ആണ് അത്രേ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. അതിനുശേഷം സീതാദേവിയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അയോധ്യയിൽ വന്ന് പട്ടാഭിഷേകമൊക്കെ ഭംഗിയായി നടത്തിയെന്നാണ്. അനവധി കൊല്ലക്കാലം സുഖമായിട്ട് രാജ്യം വാണു ശ്രീരാമചന്ദ്രൻ. അതിലിടയ്ക്കാണ് അത്രേ സീതയെ പരിചയിക്കേണ്ടതായിട്ട് വന്നു. എന്താ കാരണം വെച്ചാൽ രാവണൻ്റെ കൂടെ ഏകദേശം ഒരു വർഷക്കാലം താമസിച്ചുല്ലോ സീതാദേവി. ആ സീതാദേവിയെ ശ്രീരാമൻ സ്വീകരിച്ചതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ചില ആക്ഷേപമൊക്കെ ഉണ്ടായി എന്നാണ്. അത് മനസ്സിലായി ശ്രീരാമന്. ആ അപവാദം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ എന്തോ ചെയ്തു, സീതാദേവിയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞു, വാൽമീകിയുടെ ആശ്രമത്തിനടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിടാൻ പറയാനുണ്ടായത്. വാൽമീകി രക്ഷപ്പെടുത്തും എന്നുള്ള ഉറപ്പോടുകൂടി, എന്ന വിചാരത്തോടു കൂടി എന്നർത്ഥം. ആ വിവരം അറിഞ്ഞു വാൽമീകി സീതയെ തൻ്റെ ആശ്രമത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വാൽമീകി സീതയെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ആശ്രമത്തിൽ താമസിപ്പിച്ച് രക്ഷിച്ചു എന്നാണ്. അതിനിടയിലാണ് ശത്രുഘ്നെ പറഞ്ഞിട്ട് ലവണാസുരനെ നിഗ്രഹിക്കലൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ കാളിന്തി തീരത്തുണ്ടായിരുന്ന മഹർഷിമാരുടെ കണ്ടമാനം ഉപദ്രവിച്ചിരുന്ന ലവണാസുരൻ മരിച്ചു എന്ന്, അവനെ നിഗ്രഹിച്ചു എന്ന് മനസ്സിലായപ്പോൾ മഹർഷിമാരൊക്കെ സന്തോഷിച്ചു. ജംബൂകൻ എന്നുള്ളൊരു ശൂദ്രൻ തൻ്റെ സ്വധർമ്മമൊക്കെ വിട്ട് തപസ് ചെയ്യാൻ തുടങ്ങിയത് ഇനി എന്നറിഞ്ഞപ്പോൾ ആ ജംബൂകനെയും ശ്രീരാമൻ നിഗ്രഹിച്ചു എന്നാണ്.
അങ്ങനെ ആ കാലഘട്ടത്തിൽ വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന സീതാദേവി 2 ഉണ്ണികളെ പ്രസവിച്ചു എന്നാണ്. ലവൻ കുശൻ, അല്ലെങ്കിൽ കുശൻ ലവൻ 2 ഉണ്ണികളെ പ്രസവിച്ചു എന്നൊക്കെ പറയുകയാണ്. അതെല്ലാം വർണ്ണിക്കുന്നു 8-ാം ശ്ലോകം. പ്രീതോ ദിവ്യാഭിഷേകൈരയുധ സമധികാൻ വത്സരാൻ പരിരംസീൻ മൈഥില്യാം പാപവാചാം ശിവ 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 കില താം ഗർഭിണീം അഭ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാം ലവണനിശിചരം പ്രാർത്ഥയശൂദ്രപാശം താവത് വാൽമീകിഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗതേ. ദിവ്യാഭിഷേകൈ പ്രീതാം, പട്ടാഭിഷേകം കഴിഞ്ഞ് സന്തുഷ്ടനായിട്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അയുധസമധികാൻ മത്സരാൻ പരിരംസി, 10,000-ത്തിലധികം കൊല്ലക്കാലം സുഖമായിട്ട് വാണു എന്നാണ് സീതാദേവിയോട് കൂടി. പക്ഷേ മൈഥില്യാം പാപവാചാം ഗർഭിണീം താം അഭ്യാസി കില ശിവ ശിവ, സീതാദേവിയെക്കുറിച്ചുണ്ടായ ആ ലോകോപവാദം തീർക്കാൻ വേണ്ടി ഗർഭിണിയായിട്ടുള്ള ആ ദേവിയെ പരിത്യജിച്ചില്ലേ രാമൻ. കഷ്ടം കഷ്ടം എന്ന് പറയാണ്. മലപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് തന്നെ തോന്നി കഷ്ടമായിപ്പോയി, ആ സീതാദേവിയെ ഇങ്ങനെ ഉപേക്ഷിക്കേണ്ടിയിരുന്നില്ല എന്ന്. എന്നിട്ട് എന്തുണ്ടായി? ആ വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് കൊണ്ട് വിടാൻ പറഞ്ഞു ലക്ഷ്മണനോട്. അങ്ങനെ അവിടെ കൊണ്ടുവിട്ടു. വാൽമീകിയാണെങ്കിൽ ആ സീതാദേവിയെ കണ്ടുപിടിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് പരിരക്ഷിച്ചു. ആ കാലഘട്ടത്തിൽ ശത്രുഘ്നേന ലവണനിശിചരം മർദ്ദയിത്വാ ശൂദ്രപാശം പ്രാർത്ഥയ, ശത്രുഘ്നെ കൊണ്ട് ലവണാസുരനെ വധിച്ചു എന്നാണ്. അതുപോലെ തന്നെ അധാർമികനായുള്ള ശംഭൂകൻ എന്നുള്ള ശൂദ്രനെ ശ്രീരാമചന്ദ്രൻ വധിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ. പിന്നീടാണ് വാൽമീകിയുടെ ആശ്രമത്തിൽ പാർത്തിരുന്ന സീതാദേവി താവൽ വാൽമീകി ഗേഹേ കൃതവസതി സീത തേ സുതൗ ഉപാസൂത, ആ സീതാദേവിക്ക് 2 ഉണ്ണികളുണ്ടായി എന്നാണ്. ആ കാലഘട്ടത്തിലാണ് സീതാദേവിയുടെ പ്രസവം എല്ലാം ഉണ്ടായത്. ആ സീതാദേവി പിന്നീട് തൻ്റെ ശരീരം ഉപേക്ഷിച്ചു എന്നാണ്, ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്നാണ്. പിന്നീട് ശ്രീരാമസ്വാമി തൻ്റെ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയണു. ശ്രീരാമൻ അശ്വമേധയാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വാൽമീകി മഹർഷി അവിടെ വന്നിട്ട് താൻ തന്നെ രചിച്ച രാമായണം എന്നുള്ള കാവ്യം തൻ്റെ ശിഷ്യന്മാരും ഭഗവാന്റെ തന്നെ പുത്രന്മാരുമായിട്ടുള്ള കുശലവന്മാരെ കൊണ്ട് ഗാനം ചെയ്യിച്ചു എന്നാണ്. ശ്രീരാമസ്വാമി സീതയെ ഉപേക്ഷിച്ചതിന് ശേഷം അശ്വമേധയാഗം നടത്തി. അവിടെ വെച്ചിട്ട് ലവകുശന്മാർ വന്നിട്ട് രാമായണം വാൽമീകിയുടെ നിശ്ചയമനുസരിച്ച് അവരവിടെ വന്ന് പാടിയെന്നാണ്. വാൽമീകി മഹർഷി ഭഗവാനെ ഉപദേശിച്ചു, അങ്ങനെ സീതയെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതകാലം കഴിച്ചു കൂട്ടിയത് ശരിയല്ല, സീതയെ സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നെല്ലാം ഉപദേശിച്ചു എന്നാണ്. അപ്പോൾ എന്നാൽ വിരോധമില്ല എന്ന് പറഞ്ഞ സീതാദേവി ആ അശ്വമേധയാഗത്തിൻ്റെ യാഗശാലയിൽ വന്നപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞു അത്രേ സീതാദേവിയോട് തൻ്റെ ആ പരിശുദ്ധി തെളിയിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ സീതാദേവിക്ക് വലിയ വിഷമായി. തൻ്റെ ഭർത്താവായിട്ടുള്ള രാമൻ പോലും തന്നെ സംശയിച്ചുല്ലോ. വേഗം ഭൂമിദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, ഭൂമിദേവി ഞാനിതുവരെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എന്നെ അങ്ങയുടെ അടുക്കിലേക്ക് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ഭൂമിദേവിയോട് പ്രാർത്ഥിച്ചപ്പോൾ ഭൂമിദേവി 2ആയിട്ട് പിളർന്നു എന്നാണ്. ഭൂമിയുടെ ഗർഭത്തിലേക്കാണ് പ്രവേശിക്കുകയാണ് ഉണ്ടായത് സീതാദേവി. ശ്രീരാമൻ വളരെ ദുഃഖിതനായി തൻ്റെ പ്രാണപ്രേയസിയായ സീതയെ സ്വീകരിക്കാൻ തയ്യാറായ ശ്രീരാമൻ അതിന് സാധിക്കാതെ വന്നപ്പോൾ വല്ലാത്ത വിഷമത്തിലായി എന്നാണ്. കുറച്ചു കാലം കൂടിയൊക്കെ അങ്ങനെ രാജഭരണം തുടർന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് കാലദേവൻ രാജാവിനെ ശ്രീരാമസ്വാമിയെ കാണാനായിട്ട് വരുന്നു. രാമനാണെങ്കിൽ സഭ നടത്തിക്കൊള്ളുന്ന സമയത്താണ് ലക്ഷ്മണനെ കാവൽ നിർത്തിയെന്നാണ്. ഈ കാലദേവൻ എന്തോ രഹസ്യ കാര്യങ്ങൾ പറയാനാണ് വന്നിട്ടുള്ളത്. ലക്ഷ്മണൻ കുറച്ച് സമയം കാവലായിട്ട് നിൽക്കൂ, ആരെങ്കിലും ഈ സംഭാഷണത്തിനിടയ്ക്ക് ഇവിടെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളെ കൊല്ലണം എന്നാണ് വ്യവസ്ഥ.
ആ സമയത്താണ് അത്ര ദുർവാസാവ് മഹർഷി അവിടെ വന്നത് രാമനെ കാണാനായിട്ട്. ദുർവാസാവിനെ വേണ്ട വിധത്തിൽ ആദരിച്ചില്ലെങ്കിൽ ശാപം കിട്ടുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് ലക്ഷ്മണൻ എന്ത് ചെയ്തു? നേരിട്ട് ചെന്ന് കാര്യം അറിയിച്ചു എന്നാണ് രാമനോട്. അപ്പോൾ രാമന് അല്പം കോപം തോന്നി. ലക്ഷ്മണൻ എന്നോട് പറഞ്ഞതാണല്ലോ അങ്ങോട്ട് കടക്കരുത് വരരുത് എന്ന്. ലക്ഷ്മണൻ ഇങ്ങനെ ചെയ്തില്ലേ? ലക്ഷ്മണനെ അങ്ങ് നിഗ്രഹിച്ചു രാമൻ എന്നാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്മണനെ വധിച്ച് ആ ലക്ഷ്മണനെ വധിക്കലും സീതയെ പരിത്യജിക്കലും ഒക്കെ ഒരേ തുല്യമാണ് എന്നാണ് ശാസ്ത്രത്തിലൊക്കെ പറയാം. പരിത്യാഗം എന്ന് പറഞ്ഞാൽ നിഗ്രഹത്തിന് തുല്യമാണ്. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപേക്ഷിച്ചു. അങ്ങനെ ലക്ഷ്മണനെ നേരെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വധം പോലെയാണ് എന്നർത്ഥം. ലക്ഷ്മണൻ പിന്നെ ഉടനെ സ്വർഗാരോഹണം ചെയ്തു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമനും തീരുമാനിച്ചു, ഇനി താൻ ഇവിടെ രാജ്യഭരണം തുടർന്നു പോകണ്ട, എല്ലാ ഭൃത്യന്മാരോടും കൂടി സരയൂ നദിയിൽ പോയി സ്നാനം ചെയ്യാനായിട്ട് പറഞ്ഞു. അവിടെ നിന്ന് മുങ്ങി എല്ലാവർക്കും സ്വർഗത്തിലാണത്രേ അവർ ഉയർന്നു വന്നത്. മുങ്ങിയത് സരയൂ നദിയിലാണെങ്കിൽ അവർ ഉയർന്നു വന്നത് സ്വർഗത്തിലായിരുന്നു. അങ്ങനെ എല്ലാവർക്കും വൈകുണ്ഠപദം നൽകിക്കൊണ്ടാണ് ശ്രീരാമനും സ്വർഗലോകത്തെ പ്രാപിച്ചത്, സ്വർഗാരോഹണം ചെയ്തത് എന്ന് അനുസ്മരിക്കുന്നു. ഇതാ 9ാമത്തെ ശ്ലോകത്തിലെ സുതോൽഗാവിത മധുരകൃതേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിശദസൗ ത്വഞ്ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രിഘാതീ സ്വയമഥ സരയോ മഗ്ന നിശേഷഭൃത്യൈ സാകം നാകം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം യജ്ഞവാടേ ത്വൽ സുതോൽഗാവിത മധുരകൃതേ വാൽമീകേ ആജ്ഞയാ. വാൽമീകിയുടെ നിയോഗമനുസരിച്ച് യാഗശാലയിൽ വെച്ച് അങ്ങയുടെ പുത്രന്മാരായിട്ടുള്ള കുശലവന്മാരെ കൊണ്ട് രാമായണം എന്നുള്ള കാവ്യം പാടിച്ചു എന്നാണ്. അശ്വമേധയാഗം നടത്തുമ്പോൾ യാഗശാലയിൽ വെച്ച് കുശിനെയും ലവനെയും കൊണ്ട് വാൽമീകി രാമായണം വായിപ്പിച്ചു എന്നാണ്. അത് കേട്ട് സന്തോഷമായി. ത്വയി സീതാം ആപ്തുകാമേ, വാൽമീകിയുടെ ഉപദേശവും ഉണ്ടായി. അപ്പം രണ്ടും കൊണ്ട് സന്തോഷിതനായിട്ട് തൻ്റെ മക്കളും വന്നിട്ടുണ്ട്. സീതയെ സ്വീകരിക്കാൻ വാൽമീകി പറയുന്നുണ്ട്. തൻ്റെ മനസ്സാണെങ്കിൽ സീതയെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന രാമൻ അതിനുവേണ്ടി തീരുമാനിച്ചപ്പോൾ അസൗക്ഷിതം അഭിശൽ, സീതാദേവി അതിനല്ല തയ്യാറായത്. തന്നെ സംശയിച്ചില്ലേ രാമൻ, അതുകൊണ്ട് താൻ തൻ്റെ ശരീരം വെടിഞ്ഞ് ഭൂമിദേവിയിലേക്ക് ലയിക്കാൻ പോവാണ് തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ ഭൂമിയിലേക്ക് പ്രവേശിച്ചു സീതാദേവി. വളരെ ദുഃഖിതനായി തീർന്നു രാമൻ. അങ്ങനെ കുറച്ചു കാലം കൂടി വീണ്ടും രാജ്യഭരണം തുടർന്നു. ത്വം ച കാലാർത്ഥിത അഭൂ, കാലദേവൻ വന്നിട്ട് ഭഗവാനോട് വളരെ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് വന്നത്. പ്രധാനമായിട്ടും സ്വർഗാരോഹണത്തിന് സമയമായി എന്നത്രേ കാലദേവൻ അറിയിച്ചത്. ആ സമയത്ത് അഥ ദേവ ത്വം ഹേതോ സൗമിത്രിഘാതി, സൗമിത്രിഘാതനായി തീരേണ്ടി വന്നു. ലക്ഷ്മണവധവും നടത്തേണ്ടതായിട്ട് വന്നു എന്നാണ്. ലക്ഷ്മണനെ കാവൽ നിർത്തിയിരുന്ന സമയത്താണ് ആരും ഇങ്ങോട്ട് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് നിയന്ത്രിച്ചിരുന്ന ആ സമയത്ത് ദുർവാസാവ് മഹർഷി അവിടെ വന്നതും ദുർവാസാവ് മഹർഷിയെ ഉള്ളിലേക്ക് കടത്തേണ്ടി വന്നതുമായിട്ടുള്ള സന്ദർഭം, അതിൽ കോപിഷ്ഠനായിട്ട് ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനെ വധിച്ചു. ലക്ഷ്മണവധം എന്ന് പറഞ്ഞാൽ ലക്ഷ്മണനെ പരിത്യജിച്ചു എന്നാവാമെന്നും പറയുന്നുണ്ട്. ഏതായാലും എല്ലാം അവസാനിച്ചു. ഭഗവാൻ എന്ത് തീരുമാനിച്ചു? ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കേണ്ട അധികകാലം. സ്വയം സരയൂമഗ്ന നിശേഷഭൃത്യൈ സാകം പ്രയാത, താനും മറ്റുള്ള പ്രജകളൊക്കെ കൂടി സരയൂ നദിയിലേക്ക് പോയി അവിടെ സ്നാനം ചെയ്ത് എല്ലാ ഭൃത്യജനങ്ങൾക്കും സ്വർഗാരോഹണം എന്നുള്ള ഭാഗ്യം സിദ്ധിപ്പിച്ചു കൊടുത്തു എന്നാണ്. എല്ലാവരും മുങ്ങിയത് സരയൂ നദിയിലാണ്, ഉയർന്നു പൊങ്ങിയത് സ്വർഗത്തിലാണ്. ആദ്യം നിജപദം വൈകുണ്ഠം അഗമാ, വൈകുണ്ഠത്തിലേക്ക് നിജപദം അഗമാ ദേവ വൈകുണ്ഠമാദ്യം, സ്വന്തം സ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക്
താനും പ്രവേശിച്ചു, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പ്രവേശിച്ചു എന്നാണ്. അങ്ങനെയുള്ള രാമായണ കഥയുടെ ഒരു ചുരുക്കമാണ് ഇത് 8-9 ശ്ലോകങ്ങളിൽ കൂടി വർണ്ണിച്ചത്. പക്ഷെ എല്ലാ ഭാഗവും സ്പർശിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ രാമായണ കഥയിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത് എന്നും കൂടി വർണ്ണിച്ചുകൊണ്ട് 10ാമത്തെ ശ്ലോകത്തോടു കൂടി ഈ ദശകം സമർപ്പിക്കുന്നു. സ്വയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശേഷാർത്തിരൻ നിരാഗസ്യ ജനമപി ഭവേൽ കാമധർമാതിസക്തിയാം നോ ചേത്സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാചക്രപാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനുവ്യാധിതാപാൻ. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഭഗവാനെ, എല്ലാ ശുദ്ധ സത്വസ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പ, എല്ലാ രോഗക്ലേശങ്ങളെയും മാറ്റിത്തരണേ എന്നാണ്. വ്യാധിതാപാൻ വ്യാധുനു. അങ്ങയുടെ ഈ മനുഷ്യാവതാരം തവസ അയം മർത്യാവതാരം, ഈ മർത്യാവതാരം എന്തിനാണ് ഉണ്ടായത്? ഏവം കാമധർമാതിസക്തിയ വിശേഷാർത്ഥി. കാമത്തിലും ധർമ്മത്തിലും ഒക്കെ അത്യാസക്തി ഉണ്ടായാൽ ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെല്ലാം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ. ധർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് ഒരുപക്ഷെ ധർമ്മത്തിൽ അത്യാസക്തി ഉണ്ടായാൽ ചിലപ്പോൾ പലരും ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു എന്ന് വരാം. നിരപരാധികളെ പോലും ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് സൂചിപ്പിക്കുന്നു മനുഷ്യർക്ക്. അതുപോലെ തന്നെ കാമത്തിൽ അത്യാസക്തി ഉണ്ടായാൽ ചിലപ്പോൾ വിരഹദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഈ 2 ഉപദേശങ്ങളും സാമാന്യ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതായിരിക്കും ഈ രാമായണത്തിൻ്റെ ഉദ്ദേശം. നിരഗാസ്യജം അഭിഭവേൽ, വിരഹദുഃഖവും നിരപരാധികളെ ഉപേക്ഷിക്കലും വേണ്ടി വന്നേക്കാം എന്ന് മർത്യശിക്ഷാർത്ഥം ഖലു നിയതം, മനുഷ്യർക്ക് ഉപദേശിക്കാൻ വേണ്ടി ആയിരിക്കും ഈ രാമായണം രചിച്ചതെന്ന് പറയാണ്. നോ ചേൽ ചക്രപാണേ സ്വാത്മാനുഭൂതേ, അല്ലെങ്കിൽ കാലസ്വരൂപമായിട്ടുള്ള ആ സുദർശന ചക്രം കയ്യിലുള്ള ഭഗവാനെ ബ്രഹ്മാനന്ദ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയ്ക്ക് എന്ത് മനോവികാരം? മനസ്സിനൊരു വികാരം ഉണ്ടാവേണ്ടതല്ലല്ലോ രാമ അങ്ങയ്ക്ക് എന്നാണ്. തവ മനസ്സ വിക്രിയാ ക്വനു, അങ്ങയുടെ മനസ്സിന് ഇങ്ങനെയുള്ള ക്ഷോഭമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എപ്പോഴും സുദർശന ചക്രം കയ്യിലുള്ള അങ്ങയ്ക്ക്, കാലസ്വരൂപനായിട്ടുള്ള അങ്ങയ്ക്ക് ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന് എങ്ങനെയാണ് വികാരം ഉണ്ടാവുക? സത്വൈകമൂർത്തേ, സത്വമൂർത്തിയായിട്ടുള്ള ഗുരുവായൂരപ്പ, പവനപുരപതേ സ ത്വം വ്യാധിതാപാൻ വ്യാധുനു, അങ്ങനെയുള്ള ശുദ്ധ സത്വസ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പ, അങ്ങയ്ക്ക് ഈയുള്ളവൻ്റെ രോഗക്ലേശങ്ങളെല്ലാം മാറ്റിത്തരാൻ സാധിക്കും. അതിനനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മർത്യന്മാരായിട്ട് ജീവിക്കുകയാണെങ്കിൽ, ധർമ്മിഷ്ഠനായിട്ട് ജീവിക്കുകയാണെങ്കിൽ പല പ്രയാസങ്ങളെയും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നേക്കാം. പലപ്പോഴും നിരപരാധികളെപ്പോലും ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നേക്കാം. വല്ലാതെ കാമാസക്തി ഉണ്ടെങ്കിൽ വിരഹദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇത്തരം ഉപദേശങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീരാമൻ എന്ന പേരിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. ശ്രീരാമസ്വാമിക്കാണെങ്കിൽ കാമാസക്തി കൊണ്ടാണല്ലോ സീതയെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നതും വിരഹദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വന്നതും. ധർമ്മം സ്ഥാപിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഓരോരോ നിർബന്ധ ബുദ്ധികൾ ഉള്ളതുകൊണ്ടാണ് നിരപരാധികളായിട്ടുള്ള സീതയെയും ലക്ഷ്മണനെയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നത്, പരിത്യജിക്കേണ്ടതായിട്ട് വന്നത്. അങ്ങനെയൊക്കെ പലർക്കും വരും എന്ന് പറയാം. മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ എന്ത് കാര്യമായാലും അമിതമായാൽ അമൃതം വിഷം എന്ന് പറയല്ലോ. അതായിരിക്കും ഒരുപക്ഷെ രാമാവതാരത്തിൻ്റെ ഗുണപാഠം എന്ന് പറയുകയാണ് ഇവിടെ. ഭഗവാനെ സംബന്ധിച്ച് നിത്യാനന്ദ സ്വരൂപനാണ് ഭഗവാന് ഇത്തരം രാഗദ്വേഷാദികളൊന്നുമില്ല. പക്ഷേ മനുഷ്യനായിട്ട് അവതരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റേതായിട്ടുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കണമല്ലോ എന്ന് മാത്രം. അങ്ങനെയുള്ള വിലയേറിയ രാമായണത്തിൻ്റെ സന്ദേശം ഒക്കെ പകർന്നു കൊടുക്കുന്ന 10 ശ്ലോകങ്ങളാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചത്. അങ്ങനെ 2 ദശകങ്ങളെ കൊണ്ട് രാമായണം പൂർണ്ണമായിട്ടും അനുസ്മരിച്ചു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദര്. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കണം.
എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.